ഇനി അടുത്തൊരു എക്സ്പെരിമെൻ്റാണ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മളൊരു കോമൺ ബോർഡിൽ സോൾഡർ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഇതാണ്. അതായത് ഒരു ചെറിയ സിഗ്നൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ഒരു ആംപ്ലിഫൈങ് സർക്യൂട്ടാണ്. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് നമ്മളിത് ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നത്. ആർ സി നെറ്റ്വർക്കാണ്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസും കപ്പാസിറ്ററും എല്ലാം ഇവിടെയുണ്ട്. ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. BC107 എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്ററാണ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നോർമലി നമ്മൾ ഡിസൈൻ ചെയ്തൊക്കെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് നിങ്ങൾ ഡിസൈനിങ് പഠിച്ചു വരാത്തതുകൊണ്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുന്ന ഒരു സർക്യൂട്ടാണിത്. നമ്മൾ ഈ സർക്യൂട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു കോമൺ ബോർഡിലാണ്. ഞാൻ ആദ്യമേ ഇൻ്റർകണക്ഷൻ മെത്തേഡ് പറഞ്ഞപ്പോൾ കോമൺ ബോർഡ് കാണിച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഒരു കോമൺ ബോർഡിലാണ് ഈ ഇൻ്റർകണക്ഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഓരോ ഡോട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബോർഡാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ആ ബോർഡിൽ സോൾഡർ ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ കമ്പോണൻസ് ആദ്യമേ ഇതുപോലെ നമ്മളെല്ലാം ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനതുപോലെ എല്ലാവരും ബോർഡിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാനൊരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ കോമൺ ബോർഡിൽ സോൾഡർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള ട്രാൻസിസ്റ്ററാണിത്. ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്, എമിറ്റർ, കളക്ടർ 3 പോയിൻ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ 3 പോയിന്റിലേക്കുള്ള ഓരോ കമ്പോണൻസും ബേസിൽ നിന്ന് 2 റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ഒരു കപ്പാസിറ്ററുണ്ട്. അതുപോലെ എമിറ്ററിൽ നിന്ന് ഒരു റെസിസ്റ്റർ, ഒരു കപ്പാസിറ്റർ, കളക്ടറിൽ നിന്നും ഒരു റെസിസ്റ്റർ, കപ്പാസിറ്റർ. അതുപോലെ ഈ 2 റെസിസ്റ്റർ പോകുന്നത് സപ്ലൈയിലേക്കാണ്. ഈ കമ്പോണൻസ്, ഈ 2 റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും അത് ഗ്രൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ സിമ്പിൾ നമ്മൾ ഇങ്ങനെയും കൊടുക്കാറുണ്ട്. എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു സിമ്പിൾ കൊടുത്താലും മതി, സെപ്പറേറ്റ് ഇങ്ങനെ കൊടുത്താലും അത് എല്ലാം തമ്മിൽ 3 കണക്റ്റഡ് ആയിട്ട് ഗ്രൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ ഇനി ഇൻപുട്ട് കൊടുക്കുന്നത് 20 മില്ലി വോൾട്ട് പീക്ക് ടു പീക്ക് ആണ് ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഈ കപ്പാസിറ്ററിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാനതിന് കൊടുക്കാനായിട്ട് കണക്ഷൻ കൊടുക്കാം. നമ്മളിതിലേക്ക് ആദ്യമേ നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യണം. സപ്ലൈ കണക്ട് ചെയ്യാനായിട്ട് സപ്ലൈയുടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ലെവൽ ഇതാണ്, പോസിറ്റീവ് ഇതുമാണ്. അപ്പം ഞാൻ ഈ പോസിറ്റീവും ഈ നെഗറ്റീവും സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ടാണ്. ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് ഞാൻ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പോണൻസ് ഞാൻ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഗ്രൗണ്ട് പാർട്ടെല്ലാം കൂടെ ഇവിടെ കൊടുത്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് കണ്ടോ, ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഓരോ ഡോട്ടും വേറെ വേറെയാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ വരുന്നതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് സപ്ലൈ പോയിൻ്റാണ്. ആ സപ്ലൈ പോയിന്റിൽ വരുന്നതെല്ലാം കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ കമ്പോണൻസിൻ്റെ ബേസിലേക്ക് കുറേ കമ്പോണൻസ് വരുന്നുണ്ട്. 1 2 3 കമ്പോണൻസ് വരുന്നുണ്ട് ബേസിലേക്ക്. ആ ബേസിലേക്കുള്ള 3 കമ്പോണൻസ്, പിന്നെ ഇൻപുട്ടിലേക്ക് വരുന്ന ഈ കപ്പാസിറ്റർ എല്ലാം അവിടേക്ക് വരുന്നുണ്ട്. ഔട്ട്പുട്ട് സെക്ഷൻ വേറെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാനിത് കണക്ട് ചെയ്യാം. ആദ്യമേ സപ്ലൈ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് 12 വോൾട്ട് DC ആണ്. പിന്നെ ഇൻപുട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യമേ ഇതിൻ്റെ കണക്ഷൻ എല്ലാം ഒന്ന് കൊടുക്കട്ടെ. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റ്. പവർ സപ്ലൈ യൂണിറ്റ് ഞാൻ ഓണാക്കി ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് 12 വോൾട്ടായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കോഴ്സ് ഫൈനുണ്ട്. അപ്പോൾ ഞാനിത് എക്യുപ്മെൻറ്റ് ഫെമിലറൈസേഷനിൽ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്ത് നമുക്ക് 12 വോൾട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ 12 വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് വേണം കണക്ഷൻ കൊടുക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് സപ്ലൈയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. PCB ചെയ്തിരിക്കുന്നതുകൊണ്ട് എല്ലാം സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഗ്രൗണ്ട് എടുക്കാനായിട്ട് ഇവിടെ പോയിൻ്റ് ഇല്ല. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഗ്രൗണ്ട് ഇങ്ങനെ ക്ലിപ്പോട് കൊടുത്താലും മതി കേട്ടോ. ഈ ഞാൻ ക്ലിപ്പ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പോയിൻ്റ് ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കാം. പോസിറ്റീവ് എടുത്ത് പോസിറ്റീവിൻ്റെ പോയിന്റിലേക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് എടുക്കാനായിട്ടൊരു പോയിന്റ് നമ്മളിവിടെ ഇട്ടിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യമേ നമ്മൾ ഇൻപുട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ CR ഓണാക്കി. ഇനി നമുക്ക് സിഗ്നൽ സെറ്റ് ചെയ്യണം. സിഗ്നൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എക്യുപ്മെൻറ്റ് ഫെമിലറൈസ് ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ട്. 20 മില്ലി വോൾട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. മില്ലി വോൾട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ CRയുടെ പ്രോബും സിഗ്നൽ ജനറേറ്ററിൻ്റെ പ്രോബും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുക. പോസിറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടു നെഗറ്റീവ്. ഒരു 1 kHz സിഗ്നൽ കൊടുക്കാം. അപ്പോൾ 1 kHz അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈൻ വേവ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫങ്ഷൻ സൈൻ വേവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈൻ സിഗ്നൽ വന്നിട്ടുണ്ട്. നമുക്ക് 20 മില്ലി വോൾട്ട് റേഞ്ച് വേണം.
ഇപ്പോൾ ഞാൻ 20ലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് 20 മില്ലി വോൾട്ടിൻ്റെ പോയിന്റിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ലെവൽ നമുക്ക് കുറച്ച് നമുക്ക് അറ്റൻവേഷൻ കൊടുത്ത് ഇതിൻ്റെ 20 മില്ലി വോൾട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോളം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20യുടെ റേഞ്ചാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോളം പീക്ക് ടു പീക്ക് വന്നാൽ 20 മില്ലി വോൾട്ട് പീക്ക് ടു പീക്ക് ഉണ്ട്. ഇതിപ്പോൾ കറക്റ്റ് 20 മില്ലി വോൾട്ട് പീക്ക് ടു പീക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡിസ്കണക്ട് ചെയ്യാം. ഇനി നമുക്കിത് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാം. CROയുടെ പ്രോബ് ഗ്രൗണ്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ സപ്ലൈയിൽ നിന്ന് ഒരു ഗ്രൗണ്ട് പോയിന്റ് എടുത്തിട്ടിട്ടുണ്ട്. സപ്ലൈയുടെ ഗ്രൗണ്ട് പോയിന്റും ബോർഡിൻ്റെ ഗ്രൗണ്ട് പോയിന്റും കണക്റ്റഡ് ആണ്. ഇതിൻ്റെ ഇൻപുട്ട് പോയിന്റ് ഇതാണ്. ഇൻപുട്ട് പോയിന്റിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു. ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാനായിട്ട് നെഗറ്റീവ് പ്രോബിലെല്ലാം കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്ത് വെക്കാം. ഔട്ട്പുട്ട് പോയിന്റിലേക്ക് CRO പ്രോബിൻ്റെ റെഡ് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് സപ്ലൈ ഓണാക്കാം. സപ്ലൈ ഓണാക്കിയപ്പം നമ്മളിവിടെ 20യിലാണ് ഇൻപുട്ട് കൊടുത്തത്. ഔട്ട്പുട്ടാണ് ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്നത്. ഈ സ്ക്രീനിനേക്കാളും വലുതായി. നമുക്കിനി ഇത് ചെറുതാക്കി കൊണ്ടുവരാം. എത്ര വോൾട്ടേജ് നമുക്ക് കിട്ടി നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 കോളംസ് കിട്ടിയിട്ടുണ്ട് പീക്ക് ടു പീക്ക്. ഇവിടെ വോൾട്ട് പെർ ഡിവിഷൻ 1ലാണ് കിടക്കുന്നത്. അപ്പോൾ 3 × 1 3 വോൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 20 മില്ലി വോൾട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് 3 വോൾട്ട് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ.